മിട്ടു, നീ എന്തിനാ വന്നത്? അയാൾ ഇപ്പോഴും മുറിയിൽ തന്നെ ഉറങ്ങുക. പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു. ഇത് ആരുടെ ശബ്ദമാണ്? മിട്ടു, നീ പെട്ടെന്ന് പറന്നു പോ. അയ്യോ, ഞാൻ നിങ്ങളോട് ഇത് മാത്രം പറയാൻ വന്നതാ. നിങ്ങളുടെ രണ്ടുപേരുടെയും 20 സഹോദരന്മാർ നിങ്ങളെ കാത്തിരിക്കുക. അവരിപ്പോൾ ഒരു ഗുഹയ്ക്കകത്താണ്. നിങ്ങളെ ചിന്തിച്ച് കരയുക. അവരോട് പറഞ്ഞേക്ക്, ഇനി ഒരിക്കലും അവർക്ക് ഞങ്ങളെ കാണാൻ പറ്റില്ലെന്ന്. വൈകുന്നേര സമയം എല്ലാ പക്ഷികളും ഒരു പൂന്തോട്ടത്തിലിരുന്ന് തമ്മിൽ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് നഗരത്തിൽ താമസിച്ചിരുന്ന ഗോൾഡിപ്പരുന്ത് അവിടേക്ക് വന്നു. സുഖമാണോ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ? നഗരത്തിലേക്ക് പോയതിനു ശേഷം നീ നല്ല സന്തോഷത്തിലാണല്ലോ. പിന്നെ അല്ലാതെ, നഗരത്തിൽ എല്ലാം വളരെ നല്ലതാണ്. നിങ്ങളിവിടെ ധാന്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നില്ലേ? നഗരത്തിൽ ഭക്ഷണം അന്വേഷിക്കുകയൊന്നും വേണ്ട. അവിടെ മാംസങ്ങളുടെ കഷ്ണമൊക്കെ അവിടെയും ഇവിടെയും കിടക്കും, വളരെ എളുപ്പത്തിൽ കിട്ടും. പിന്നെ നിങ്ങൾ ചെറിയ പക്ഷികൾക്ക് വേണ്ടി മനുഷ്യർ അവരുടെ വീടിന്റെ ടെറസിൽ വെള്ളവും ധാന്യങ്ങളും ഒക്കെ വെക്കും. ഇല്ല, നീ പറയുന്നത് തെറ്റാണ് ഗോൾഡി. അധ്വാനിച്ച് ഭക്ഷണം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയാണ്. അതിൽ നമ്മൾ മടി കാണിക്കരുത്. പിന്നെ നഗരത്തിൽ ശാന്തിയും പച്ചപ്പും ഒരിക്കലും ഉണ്ടാകില്ല. അയ്യോ, കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുന്നില്ല എങ്കിൽ ഈ പച്ചപ്പൊക്കെ കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? അപ്പോൾ ആരും മിണ്ടിയില്ല. ഗോൾഡിപ്പരുന്ത് പറഞ്ഞു, ശരി, ഞാൻ എന്നാൽ പോകുക. നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കൂ. അപ്പോൾ രാപ്പാടി പറഞ്ഞു, ഗോൾഡി അങ്കിൾ, ഞാനും ടീനു പക്ഷിയും നിങ്ങളുടെ കൂടെ വരാം. ഇത് കേട്ട് ഗോൾഡി സന്തോഷിച്ചു. റിങ്കു പക്ഷി, മിങ്കിരാപ്പാടി, നിങ്ങളുടെ 2 മക്കളെയും എന്റെ കൂടെ വിടാൻ താല്പര്യമുണ്ടോ? രണ്ടുപേർക്കും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരെ തടയാനൊന്നും പോകുന്നില്ല. ശരി, എന്നാൽ ഞങ്ങൾ പോകുക. ഗോൾഡിപ്പരുന്ത് എല്ലാവരെയും വിശ്വസിപ്പിച്ച് രാപ്പാടിയെയും ടീനു പക്ഷിയെയും കൂടെ കൂട്ടി അവിടെ നിന്നും പോയി. മിത്തുവിന്റെ മനസ്സിൽ അപ്പോൾ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അവൻ ചിന്തയിൽ മുഴുകിയിരുന്നു. രാവിലെ ആയപ്പോൾ മൈന അമ്മ അവനെ ചോദ്യം ചെയ്തു. അപ്പോൾ പറഞ്ഞു, അമ്മ മുഴുവൻ ദിവസവും കഷ്ടപ്പെട്ടാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. ചിലപ്പോൾ രാത്രിയും ആകും വരാൻ. ഇതിലും നല്ലത് നഗരത്തിലെ ജീവിതമല്ലേ? നമുക്കും നഗരത്തിലേക്ക് പോയാലോ? അപ്പോൾ മൈനയ്ക്കും മനസ്സിലായി, മിട്ടുവിനും നഗരത്തിൽ പോകാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുന്നു. ശരി മോനെ, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കോളൂ. ഇത് കേട്ട് മിട്ടു സന്തോഷത്തിൽ തുള്ളിച്ചാടി. മോനെ, നീ എന്നെ കാണാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരണേ, കേട്ടോ? ശരി അമ്മേ. ഇതും പറഞ്ഞ് മിട്ടു അവിടെ നിന്നും നഗരത്തിലേക്ക് പറന്നു. അവൻ വളരെ വേഗത്തിൽ മുഴുവൻ സന്തോഷത്തോടെ പറന്നുപോയി. കൃത്യം 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവൻ നഗരത്തിൽ എത്തിച്ചേർന്നു. ഗോൾഡി അങ്കിൾ അന്ന് പറഞ്ഞത് മനുഷ്യർ അവരുടെ വീടിന്റെ ടെറസിന്റെ മുകളിൽ ഉറപ്പായും വെള്ളവും ധാന്യവും വയ്ക്കുമെന്നാണ്. എന്നാൽ ഇവിടെ ഒരു ടെറസിലും വെള്ളവും ധാന്യവും ഒന്നും കാണുന്നില്ലല്ലോ. മിട്ടു ഒരു മുറ്റത്തേക്ക് പോയി. അവിടെ ചവറിട്ടിരിക്കുന്ന ഒരു വലിയ വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാൻ പറ്റി. ഛേ, ഈ മനുഷ്യർക്ക് ഇത്രയും ചവറുകൾ എവിടെ നിന്നാ കിട്ടുന്നത്? പെട്ടെന്ന് ഡസ്റ്റ്ബിന്നിൽ നിന്നും ഗോൾഡിപ്പരുന്ത് വെളിയിൽ വന്നു. പോയിക്കോ, ഇന്നത്തെ ഇവിടുത്തെ ഭക്ഷണം എല്ലാം തീർന്നു. നാളെ ദൈവം കനിഞ്ഞാൽ വല്ലതും കിട്ടും. ഗോൾഡി അങ്കിൾ, നിങ്ങളോ? മിട്ടു, നീ ഇവിടെ നഗരത്തിൽ? അതെ ഗോൾഡി അങ്കിൾ, നിങ്ങളുടെ സംസാരത്തിൽ ആകൃഷ്ടനായി ഞാൻ ഇവിടേക്ക് വന്നതാ. എന്നാൽ നിങ്ങളിവിടെ ചപ്പ് ചവറിൽ നിന്നും ഭക്ഷണം അന്വേഷിച്ച് തിന്നുന്നു. എന്തു പറയാനാ മിട്ടു, ഞാനന്ന് ഒരു വെപ്രാളത്തിൽ അതങ്ങ് പറഞ്ഞു പോയതാ. അതിലൊന്നും ഒരു സത്യവുമില്ല. ഗോൾഡി അങ്കിൾ, ടീനു പക്ഷിയും രാപ്പാടിയും എവിടെ? അവരെ ഞാൻ കണ്ടതേ ഇല്ലല്ലോ. അയ്യോ, അവരെ കുറിച്ച് എന്തു പറയാനാ. നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഗോൾഡിപ്പരുന്ത് മിട്ടുവിനെയും കൊണ്ട് ഒരു വീട്ടിലേക്ക് പറന്നുപോയി. അവർ ഒരു ജനലിൽ കൂടി കണ്ടു, ഒരു മുറിയിൽ 2 കൂട് തൂക്കിയിട്ടിരിക്കുന്നു. അതിൽ രാപ്പാടിയും ടീനു പക്ഷിയും ഉണ്ട്. അയ്യോ, ഇത് നമ്മുടെ ടീനു പക്ഷിയും രാപ്പാടിയുമാണല്ലോ. പെട്ടെന്നൊരാൾ മുറിയിലേക്ക് വന്ന് അയാളുടെ ചെവിയിൽ മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു. ഹലോ, ഞാനാ അരവിന്ദ. നീ 2 പക്ഷികളുടെ ഫോട്ടോ അയച്ചില്ലേ? അതുപോലത്തെ 20 പക്ഷികളെ വേണം കേട്ടോ. കണ്ടുപിടിക്കേ, എന്നിട്ട് പറ. ശരി, കണ്ടെത്തിയാൽ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞേക്കാം. പിന്നെ ഒരു പക്ഷിക്ക് 2000 രൂപ തരാം.
ഒരു പക്ഷിക്ക് 2000 രൂപയോ? എന്ന് വെച്ചാൽ 20 പക്ഷികൾക്ക് 40,000 രൂപയോ? ഇങ്ങനെ മൊബൈലിൽ കൂടി സംസാരിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അപ്പോൾ മിട്ടുവും പരുന്തും മുറിക്കകത്തേക്ക് പോയി. അയ്യോ മിട്ടു, നീ ഇവിടെ? ആ, ഞാനും നഗരത്തിൽ താമസിക്കാൻ വന്നതാ. എന്നാൽ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു? ഈ ഗോൾഡി അങ്കിളുടെ വാക്കും കേട്ട് ഞങ്ങൾ ഇവിടെ വന്നു. ഈ വീടിന്റെ ടെറസിൽ വെള്ളവും ധാന്യവും വെച്ചിരിക്കുന്നത് കണ്ടു. ഞങ്ങൾക്കും സന്തോഷമായി. എന്നാൽ ഞങ്ങൾ ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ മുകളിലേക്ക് ഒരു വല വീണു. ഞങ്ങൾ രാത്രി മുഴുവൻ അതിലായിരുന്നു. പിന്നെ രാവിലെ ഇയാൾ ടെറസിൽ വന്ന് ഇയാൾ ഞങ്ങളെ വലയിൽ നിന്നും പുറത്തെടുത്ത് ഈ കൂട്ടിലിട്ടു. ഞാൻ അന്നു മുതൽ ഇവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ ഈ വലിയ പൂട്ട് തുറക്കുന്നതേയില്ല. ഈ നഗരം നമ്മുടെ കാടിന്റെ അത്ര നല്ലതൊന്നുമല്ല. അമ്മ പറഞ്ഞത് ശരിയാ. അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തണം. അങ്ങനെ ചെയ്താൽ ആരെയും പേടിക്കണ്ട. ഈ മനുഷ്യർ നമുക്ക് എന്ത് ഭക്ഷണം തരാനാ? നീ പറഞ്ഞത് ശരിയാ. മിട്ടു കൂട്ടിലിട്ടിരുന്ന പൂട്ട് കണ്ടു. എന്തോ ചിന്തിച്ച് അവന്റെ മുഖത്ത് അപ്പോൾ ഒരു പുഞ്ചിരിയും വന്നു. രാത്രി സമയത്ത് ആ മനുഷ്യൻ തന്റെ മുറിയിൽ കിടന്നുറങ്ങിയപ്പോൾ മിട്ടു അകത്തേക്ക് കയറി. മിട്ടു, നീ എന്തിനാ വന്നത്? അയാൾ ഇപ്പോഴും മുറിയിൽ തന്നെ ഉറങ്ങുക. എഴുന്നേറ്റാൽ നിന്നെയും പിടിച്ചകത്തിടും. പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു. ഹാ, ഇത് ആരുടെ ശബ്ദമാണ്? അയാൾ പോയി നോക്കിയപ്പോൾ മിട്ടു പക്ഷികളുമായി എന്തോ സംസാരിക്കുന്നു. മിട്ടു, നീ പെട്ടെന്ന് പറന്നു പോ. അയ്യോ, ഞാൻ നിങ്ങളോട് ഇത് മാത്രം പറയാൻ വന്നതാ. നിങ്ങളുടെ രണ്ടുപേരുടെയും 20 സഹോദരന്മാർ നിങ്ങളെ കാത്തിരിക്കുക. അവരിപ്പോൾ ഒരു ഗുഹയ്ക്കകത്താണ്. നിങ്ങളെ ചിന്തിച്ച് കരയുക. അവരോട് പറഞ്ഞേക്ക്, ഇനി ഒരിക്കലും അവർക്ക് ഞങ്ങളെ കാണാൻ പറ്റില്ലെന്ന്. എന്ന് വെച്ചാൽ ഇവരെ പോലെ 20 രാപ്പാടിയും 20 പക്ഷിയും ആ ഗുഹയിലുണ്ട്. അയാൾ എന്തോ ചിന്തിച്ചപ്പോൾ അയാളുടെ മുഖത്ത് ഒരു വിചിത്രമായ പുഞ്ചിരിയും വന്നു. രാവിലെ തന്നെ അയാൾ ടീനു പക്ഷിയുടെയും രാപ്പാടിയുടെയും കൂടുമെടുത്ത് ജീപ്പിലിരുന്ന് കാടിനു നേരെ ഓടിച്ചുപോയി. മിട്ടുവും പരുന്തും ആ വണ്ടിയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യം 2 മണിക്കൂറിന് ശേഷം അവർ കാട്ടിലെത്തി. അയാൾ ചിന്തിച്ചു, ഇപ്പോൾ ഇവരെ അങ്ങ് തുറന്നു വിട്ടേക്കാം. ഇവർ രണ്ടുപേരും മോചിതരാകുമ്പോൾ സഹോദരങ്ങളെ കാണാൻ ആ ഗുഹയ്ക്കകത്തേക്ക് പോകും. അതിനെക്കുറിച്ചാണല്ലോ അന്ന് മിട്ടു പറഞ്ഞത്. അതിനുശേഷം ഞാൻ ആ ഗുഹയ്ക്കകത്തേക്ക് കയറി എല്ലാവരെയും പിടികൂടും. ഇങ്ങനെ ചിന്തിച്ച അയാൾ ആ 2 കിളികളെയും മോചിപ്പിച്ചു. അവർ സന്തോഷത്തോടെ കൂട്ടിൽ നിന്നും വെളിയിൽ വന്ന് പറക്കാനായി തുടങ്ങി. അയാളും വേഗത്തിൽ വണ്ടിയിൽ കയറിയിരുന്ന് അവരുടെ പിന്നാലെ പോയി. 2 പേരും ഒരു ഗുഹയ്ക്കകത്തേക്കും പോയി. അവരുടെ പിന്നാലെ അയാളും ആ ഗുഹയ്ക്കകത്തേക്ക് പോയി. അവിടെ അപ്പോൾ അതാ ഷേർഖാൻ നിൽക്കുന്നു. എല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, സിംഹമല്ലേ അത്? അപ്പോൾ പരുന്തും മിട്ടുവും അവിടേക്ക് വന്നു. ഇതെല്ലാം നിന്നെ അകപ്പെടുത്താൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ബുദ്ധിയായിരുന്നു. രാപ്പാടിക്കും ടീനുവിനും 20 സഹോദരന്മാരൊന്നുമില്ല. ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് കേട്ടാൽ നീ ഇവരെ മോചിപ്പിക്കുമെന്ന്. അതുകൊണ്ട് ഞാനിവിടെ നേരത്തെ തന്നെ വന്ന് ഇവരോടെല്ലാം കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ നിന്റെ വീട്ടിൽ വന്ന് അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞോ, അതൊക്കെ എന്റെ ജീവൻ പണയം വച്ചാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് നീ അകപ്പെട്ടു. എന്റെ ദൈവമേ, ഒരു ചെറിയ പക്ഷിക്ക് ഇത്രയും ധൈര്യമോ? ടീനു പക്ഷിയും പിന്നെ രാപ്പാടിയും അവരുടെ മാതാപിതാക്കളെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ മിട്ടുവും അവന്റെ അമ്മയോട് മാപ്പ് ചോദിച്ചു. അമ്മ, എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ അമ്മയും വിട്ട് ഒരിടത്തേക്കും പോകില്ല. ഞാനിനി എന്നും ഈ കാട്ടിൽ അമ്മയോടൊപ്പം ജീവിക്കും. കാരണം നഗരത്തേക്കാൾ നല്ലത് നമ്മുടെ കാട് തന്നെയാണ്. നിനക്ക് പോകണോ അതോ വേണ്ടയോ? രക്ഷിക്കണേ! അയാൾ ഇത്രയും പറഞ്ഞ് ചാടി വണ്ടിയിൽ കയറിയിരുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ടീനു, മമ്മി ഇല്ലാത്തത് കൊണ്ട് ഞാനായി വീട്ടിലെ ഗൃഹനാഥൻ. നിനക്കിവിടെ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല. ചേട്ടാ, എന്റെ ചേട്ടനായിട്ട് എന്നെ ഇറക്കി വിടുവാണോ? അതേ പോവാൻ തന്നെ പറഞ്ഞത്.
എവിടെയെങ്കിലും കൂടുണ്ടാക്കി അതിൽ താമസിക്കാൻ നോക്ക്. ഈ ആഡംബര വീട് ഇപ്പൊ എന്റേതാണ്. പാവം കിളിയുടെ അത്യാഗ്രഹിയായ മകൻ. ചിങ്കിക്കിളിയുടെ വീട് ആ കാട്ടിൽ ഏറ്റവും വലുതും ഉറപ്പുള്ളതുമായിരുന്നു. കിളികളൊക്കെ കൂട്ടിൽ താമസിക്കുമ്പോൾ ചിങ്കിക്കിളി അവളുടെ 2 മക്കളുമായി വലിയ വീട്ടിൽ സുഖമായി ജീവിക്കുകയായിരുന്നു. മകളുടെ പേര് ടീനു, മകന്റെ പേര് റിങ്കു എന്നായിരുന്നു. ഒരു ദിവസം രാവിലെ ചിങ്കിക്കിളി ഭക്ഷണം തേടി പോയി. ടീനു വീട്ടിൽ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. രാത്രി സമയമായപ്പോ അമ്മ വന്നിട്ടില്ല. അത് കാരണം ടീനുവിന് സങ്കടം വന്നു. റിങ്കു ആൺകിളിയും അവിടെ എത്തി. ചേട്ടാ, നന്നായി ചേട്ടൻ വന്നത്. അമ്മ ഇതുവരെയായിട്ട് വന്നിട്ടില്ലല്ലോ. അമ്മനെ തപ്പിക്കൊണ്ട് വാ. അതെ, അത് അമ്മയല്ലേ, കുട്ടിയൊന്നുമല്ലല്ലോ. നമ്മുടെ അടുത്തേക്ക് വരുമെന്നേ. അപ്പോഴേക്കും അവിടെ പരുന്ത് വന്നു. കുട്ടികളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാ. നിങ്ങളുടെ അമ്മ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എന്റെ കൺമുമ്പിൽ വെച്ചൊരു പൂച്ച വേട്ടയാടി പിടിച്ചു. അങ്ങനെ പറയല്ലേ മാമ. ഇത് സത്യമാണ് കുട്ടികളെ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞ് പരുന്തവിടന്ന് പറന്നുപോയി. ടീനു, മമ്മി ഇല്ലാത്തത് കൊണ്ട് ഞാനായി വീട്ടിലെ ഗൃഹനാഥൻ. നിനക്കിവിടെ ഇപ്പോൾ ഒരു സ്ഥാനവുമില്ല. ചേട്ടാ, എന്റെ ചേട്ടനായിട്ട് എന്നെ ഇറക്കി വിടുവാണോ? അതേ, പോവാൻ തന്നെ പറഞ്ഞത്. എവിടെയെങ്കിലും കൂടുണ്ടാക്കി അതിൽ താമസിക്കാൻ നോക്ക്. ഈ ആഡംബര വീട് ഇപ്പൊ എന്റേതാണ്. ടീനു കരഞ്ഞുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങി. അങ്ങനെ റിങ്കു ആൺകിളിയാണെങ്കിലോ കൂട്ടുകാരോട് ഒത്തുചേർന്ന് ആവശ്യമില്ലാത്ത കളികളും തോന്നിവാസവും ഒക്കെ ചെയ്തു നടന്നു. അവനെന്നും അതൊരു ശീലമാക്കി. അവന്റെ വിചാരം അവന്റെ ജീവിതത്തിൽ ഇനി ഒരു ദുഃഖം ഉണ്ടാവില്ലെന്നാ. പക്ഷെ ഒരു ദിവസം റിങ്ക് പക്ഷി, റിങ്ക് പക്ഷി. അവൻ വീടിന്റെ പുറത്തു വന്ന് നോക്കിയപ്പോ മോണ്ടുകുരങ്ങൻ കയ്യിലൊരു ലെറ്ററുമായി നിൽക്കുകയായിരുന്നു. കാട്ടിലെ രാജാവ് സിംഹവും ബാക്കിയുള്ള മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഷേർഖാൻ അങ്ങ്? റിങ്കു പക്ഷി, ഈ മോട്ടുകുരങ്ങന്റെ കയ്യിൽ നീ കാണുന്നതുണ്ടല്ലോ, ഇത് നിന്റെ അമ്മയുടെ ഇഷ്ടദാനമാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇത് തയ്യാറാക്കിയത്. ഇഷ്ടദാനോ? പക്ഷികൾക്ക് ഇഷ്ടദാനം കൊണ്ട് എന്താ പ്രയോജനം? ശരി, എന്താണ് അവരുടെ ഇഷ്ടദാനം എന്ന് പറയൂ. ഞാൻ ചിങ്കി പക്ഷി എൻ്റെ മകൻ്റെ മോശം പ്രവൃത്തി കാരണം വളരെ ദുഃഖിതയാണ്. എനിക്ക് സംശയമുണ്ട്, എൻ്റെ മരണശേഷം എൻ്റെ മകൻ എൻ്റെ മകളെ വീട്ടിൽ നിർത്തുമോ ഇല്ലയോ എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഇഷ്ടദാനം തയ്യാറാക്കിയത്. എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ മകൻ ഈ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ മകളെയും കൂടി നിർബന്ധമായും ഈ വീട്ടിൽ നിർത്തേണ്ടതാണ്. മാത്രമല്ല, നല്ല സഹോദരനെ പോലെ അവളെ സംരക്ഷിക്കുകയും വേണം. എൻ്റെ മകൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നെങ്കിൽ അവനിൽ നിന്നും ഈ വീട് കണ്ടുകെട്ടുന്നതാണ്. എന്നിട്ട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം കൊടുക്കണം. എൻ്റെ ദൈവമേ, പറയൂ, നിന്റെ സഹോദരി എവിടെയാണ്? അവൾ ചിലപ്പോൾ അവളുടെ പുതിയ താമസ സ്ഥലത്തായിരിക്കും. നിനക്കിവിടെ താമസിക്കണമെങ്കിൽ അവളെ കണ്ടെത്തി കൊണ്ടുവാ. അല്ലെങ്കിൽ ഈ വീട് ഏതെങ്കിലും അനാഥ പക്ഷികൾക്ക് ദാനം നൽകും. വേണ്ട വേണ്ട, ഞാൻ എന്തായാലും അവളെ കണ്ടെത്തി കൊണ്ടുവരാം. കൊണ്ടുവാ. നാളെ രാവിലെ തന്നെ മോട്ടുകുരങ്ങനെ ഇവിടെ നോക്കാനായി അയക്കുന്നതാണ്. അയ്യോ, എൻ്റെ ഭാഗ്യം നശിച്ചല്ലോ. ഇനി അവളെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ റിങ്കു ടീനുവിനെ തപ്പി ഇറങ്ങി. മണിക്കൂറോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന് അവനൊരു ശബ്ദം കേട്ടു. അത് കൊള്ളാം, നല്ല സ്വാദിഷ്ടമായ മാമ്പഴം. ഞാനിത് കഴിച്ചു തീർക്കുപ്പോ. ആഹാ. അല്ല, അത് ടീനു അല്ലേ? റിങ്കു സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് പോയി. ടീനു, എൻ്റെ പ്രിയ സഹോദരി, അവസാനം നിന്നെ കണ്ടെത്തി. നിനക്കറിയോ ഞാൻ എത്ര നാളായി നിന്നെ അന്വേഷിക്കുന്നെന്ന്? ഓ, വന്നേക്കണോ ഒരു ചേട്ടൻ. എന്റെ പേര് ടീനു അല്ല, ഞാൻ മീനു ആണ്. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. ഇതിനർത്ഥം ഇത് ടീനുവിനെ പോലെയുള്ള മറ്റാരോ ആണ്. നോക്ക്, എന്റെ കയ്യിൽ നിനക്ക് വേണ്ടി നല്ലൊരു ഓഫറുണ്ട്. ഓഫറോ? അതെന്താ ഓഫർ? അങ്ങനെ റിങ്കു നടന്ന സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ശരി, നിനക്ക് എന്താ എന്നിൽ നിന്ന് വേണ്ടത്? ഞാൻ ആഗ്രഹിക്കുന്നത് നീ ടീനുമായി എൻ്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്നാണ്. നമുക്ക് ആ വലിയ വീട്ടിൽ സമാധാനമായി വിശ്രമിക്കാം. അതുമാത്രമല്ല, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് മോഷണവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ആ, നല്ല ഐഡിയ. അങ്ങനെ ആ കിളി റിങ്കുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. രാവിലെ മോണ്ടുകുരങ്ങൻ അവിടെ എത്തി. ഇത് കണ്ടില്ലേ മോട്ടുകുരങ്ങേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഞാൻ അവളെ കണ്ടെത്തിക്കഴിഞ്ഞു. ടീനു, നീ എങ്ങോട്ടാ പോയിരുന്നേ? ഇവൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നോ? ഇല്ല, എന്റെ ചേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്.
എന്നെ എന്തിനാ പുറത്താക്കുന്നത്? നിന്നെ അവനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞോളൂ. നിനക്ക് നേരെ എന്റെ അടുത്തേക്ക് വരാം. മനസ്സിലായോ? ശരി മോണ്ടു ചേട്ടാ. ഇത് കേട്ട് മോണ്ടു കുരങ്ങൻ അവിടുന്ന് പോയി. മീനു റിങ്കുവിനോട് പറഞ്ഞു. അതെ ചേട്ടാ, എനിക്ക് വിശക്കുന്നുണ്ട്, പോയി ഭക്ഷണം തപ്പിക്കൊണ്ടു വാ. അതെ, നീ പൊക്കോ. ഞാനെന്തിനു പോകണം? നോക്ക്, ഞാൻ നിന്റെ അനിയത്തിയായിട്ടാ ഇവിടെ വന്നേക്കുന്നേ. എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, ഈ വീട് വിട്ട് പോവേണ്ടി വരും കേട്ടോ. അതുകൊണ്ടേ ഞാൻ പറയണത് അങ്ങോട്ട് കേക്ക്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. മീനുവിന് വേണ്ടിയുള്ള ഭക്ഷണം റിങ്കു തന്നെ പോയി തപ്പിക്കൊണ്ടുവരും. അവളാണെങ്കിൽ വീടിന്റെ അകത്ത് സ്വസ്ഥമായി ജീവിച്ചു. രാത്രിയിലും എപ്പോ വിശക്കുന്നോ അപ്പൊ തന്നെ റിങ്കുവിനോട് ആഹാരം കൊണ്ടുവരാൻ പറയും. അങ്ങനെ രാവില്ല പകലില്ലാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു റിങ്കുവിനെ. റിങ്കുവിന്റെ ക്ഷമ മുഴുവൻ പോയ ലക്ഷണ. ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെയും നിന്റെയും ജീവിതം മെച്ചപ്പെടുത്താനാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് മോഷണം നടത്താനാ. എന്നിട്ട് ഇവിടെ സമാധാനത്തോടെ വിശ്രമിക്കാൻ. എന്നിട്ടിപ്പോ നീ എന്നോട് കാണിക്കുന്നത് ചതിയാണ്. അതെ, ഞാൻ നിന്നെ പറ്റിച്ചു. അതിന് നിനക്കെന്തിനാ ഇത്ര വിഷമമൊക്കെ? നീ ഇത്രയും നാളും എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ? നിന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നപ്പോ അവരെ നീ പറ്റിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? അമ്മ മരിച്ചപ്പോ സ്വന്തം പെങ്ങളെ വരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? സ്വന്തം പെങ്ങളെ പുറത്താക്കിയപ്പോ നിനക്ക് എന്ത് കിട്ടി? അതെ, നീ പറഞ്ഞത് സത്യ. എന്റെ സഹോദരിക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ അവളോട് നന്നായി പെരുമാറിയിട്ടേ ഇല്ല. എനിക്ക് അമ്മ എന്തായാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവളെ തപ്പിട്ട് കിട്ടിയില്ലെങ്കിലോ? കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവളെ തേടിക്കൊണ്ട് നടക്കും. പക്ഷെ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവളുടെ കൂടെയായിരിക്കും. ഇതും പറഞ്ഞ റിങ്കു പുറത്തിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ വീടിന്റെ മുമ്പിൽ ചിങ്കിക്കിളി, മോണ്ടു കുരങ്ങൻ, അങ്ങനെ എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അല്ല അമ്മേ, അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അമ്മേനെ കണ്ടതും അവൻ അങ്ങ് കരയാൻ തുടങ്ങി. അമ്മേ, എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മയോടും എന്റെ സഹോദരിയോടും നന്നായി പെരുമാറിയില്ല. മോനെ, നിന്നെ ഒരു നല്ല ഉത്തരവാദിത്തമുള്ള ഒരു മകനായിട്ട് കാണാൻ വേണ്ടിയാ ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. അതിന് സഹായിച്ചത് ഇവരാണ്. അമ്മ ചെയ്തത് നന്നായി അമ്മേ. അമ്മ വീട്ടിലിരുന്ന് വിശ്രമിച്ചോളൂ. ഞാൻ എന്റെ സഹോദരി ടീനുവിനെ കണ്ടെത്തിയിട്ട് വരാം. അവളുടെ രൂപസാദൃശ്യമുള്ളവരെ വീട്ടിൽ നിന്നും പുറത്താക്കൂ. അപ്പോഴേക്കും മീനുവും വന്നു അവിടെ. എന്ത് പറ്റി ചേട്ടാ? അമ്മേ, ഇതാണ് പക്ഷി. ടീനുവെന്നും പറഞ്ഞ് വീട്ടിൽ താമസിപ്പിച്ചത് ഇവളെയാണ്. ഇത് കേട്ടതോടെ എല്ലാ മൃഗങ്ങളും പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. റിങ്കുവിനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. എന്തു പറ്റി അമ്മേ? എല്ലാവരും കൂടി എന്നെ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? റിങ്കു മോനെ, ടീനുവിനെ നീ പുറത്തിറക്കിയപ്പോ ഞാനാണ് അവളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ട് തന്നെയാ മീനുമായി മാറിയതും നിന്നെ എത്ര ബുദ്ധിമുട്ടിച്ചതും. നിന്റെ അനിയത്തിക്ക് നിന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് നിന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ചേട്ടാ, ചേട്ടന് വിഷമമായെങ്കിൽ ക്ഷമിക്കണം. ഇതെല്ലാം ചെയ്യാൻ എന്നോട് പറഞ്ഞതേ അമ്മയാണ് കേട്ടോ, അതാ. എന്റെ പ്രിയ സഹോദരി, നീ എന്തൊക്കെ ചെയ്താലും നല്ലതിന് വേണ്ടിയാ. നീ എന്റെ കണ്ണു തുറപ്പിച്ചു. ഇനി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും നന്നായി പരിപാലിക്കും. മാത്രമല്ല, ചെയ്യുന്ന തെറ്റുകളൊക്കെ ഉപേക്ഷിച്ച് ഒരു നല്ല സഹോദരനും നല്ലൊരു മകനും ആവാൻ ശ്രമിക്കും. ഇത് കേട്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി. ആ ദിവസത്തിന് ശേഷം റിങ്കു നന്നായി മാറി. സ്വന്തം അമ്മേനെയും പെങ്ങളെയും നന്നായി നോക്കാനും തുടങ്ങി.